പുതുയുഗയാത്രയിൽ സതീശൻ കൃത്യമായി പറഞ്ഞ് ന്യായീകരിച്ചു. ഒരു ഉളുപ്പില്ലാതെ രാഷ്ട്രീയ കേരളം കണ്ടു. ഷാഫിയുടെ തള്ള് അതൊരു സ്നേഹത്തള്ളായിരുന്നു എന്ന്. ഷാഫിയുമായി യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആ നേതാവിന് പ്രാദേശികമായി ഉണ്ടായിരുന്നില്ല. അതൊരു സമയക്രമം പാലിക്കുന്നതിന് വേണ്ടി സമയചിത്തതയോടെ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ കാണിച്ച സ്നേഹത്തള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും എന്തുകൊണ്ട് ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നു എന്ന് വെച്ചാൽ, പ്രതിപക്ഷ നേതാവിന്റെ സീറ്റിൽ ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ ഇരുന്ന് പുതുയുഗയാത്ര എന്ന് പറഞ്ഞ് ഈ നാടിനെ വലിയ രീതിയിൽ എന്നെ കേൾക്കൂ എന്ന് പറഞ്ഞ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊട്ടിഘോഷിച്ചു കൊണ്ടുവരുന്ന പുതുയുഗ നുണയാത്രയിൽ വി.ഡി. സതീശൻ കൃത്യമായി പറയുന്ന കാര്യങ്ങളാണ്. അത് ഈ രാഷ്ട്രീയ കേരളം സാമാന്യ ബോധമുള്ളവർ കേൾക്കാതെ പോവാൻ വഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വോക്സ് വീണ്ടും വീണ്ടും ഓരോ ദിവസവും ഈ വിഷയങ്ങളെ എടുത്തിടുന്നത്. കെ.സി. വേണുഗോപാലിനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ എണ്ണം പറഞ്ഞ കോൺഗ്രസ് നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രനും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്ന് പറയാ, എന്താ പറഞ്ഞത് കഴിഞ്ഞ പകലിൽ? ഷാഫി എന്ന നേതാവ് ഇതിനും കൂടുതൽ അച്ചടക്കം പാലിക്കണമായിരുന്നു. വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെടാൻ ഷാഫി നിന്നത് അടച്ചിട്ട റൂമിലല്ലല്ലോ, ജനങ്ങൾ സാക്ഷിയല്ലേ, കോൺഗ്രസിന്റെ മുഖമല്ലേ വലിച്ചിഴച്ചത് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ ന്യായീകരണത്തെ തള്ളി, വി.ഡി. സതീശൻ പറഞ്ഞ ന്യായീകരണത്തെ തള്ളി, സ്നേഹത്തള്ളാണെന്ന് തള്ളിയ മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും തള്ളി മുല്ലപ്പള്ളി പറയുമ്പോ, എന്താണ് ഈ രാഷ്ട്രീയ കേരളത്തിൽ ഞങ്ങൾ നിങ്ങളെ കേൾക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്? കോൺഗ്രസ് എന്ന് പറയുന്ന ആൾക്കൂട്ടം, നിലപാടില്ലാത്ത ആൾക്കൂട്ടം, ഒച്ചപ്പാടിന്റെ വേദികൾ സൃഷ്ടിച്ചിങ്ങനെ ഓരോ യുഗയാത്രയും കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോ ഈ നാടിൽ ഒരു പ്രതീക്ഷ വെക്കാൻ പോലും കഴിയാത്ത വിധം കോൺഗ്രസ് അടപടലം തകർന്നിരിക്കുന്നതിന്റെ ഉത്തമോദാഹരണങ്ങളാണ് വരുന്നത്. ഓരോ ദിവസവും വിസ്മയങ്ങൾക്കായി കാത്തിരിക്കൂ എന്ന് പറഞ്ഞ സതീശന്റെ മുഖത്ത് കരണത്തടിച്ചിട്ടാണ് ഓരോ നേതാക്കളും തോന്നും പോലെയുള്ള അഭിപ്രായങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ നാട് കാണുന്ന വിസ്മയം? ഷാഫിയുടെ സ്നേഹത്തള്ള് എന്ന ഒരു വലിയ വിസ്മയം. നിരവധി കാര്യങ്ങൾ ഓരോ ദിവസവും നാണമില്ലാതെ മാറ്റി പറയുന്ന വിസ്മയം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും തീർത്ത് മധ്യ കേരളവും കഴിഞ്ഞ് യുഗയാത്ര യുഗപുരുഷന്റെ മുന്നോട്ട്.